എല്ലാവരും ലീവൊക്കെ കഴിഞ്ഞ് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് ഒടുക്കത്തെ പണിയായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇന്ന് ന്യൂ ഇയർ ഗിഫ്റ്റ് ഷെയറിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് കൊടുക്കാനുള്ള ആളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഗിഫ്റ്റ് കിട്ടി. എനിക്ക് റെനയുടെ ഒരു പെർഫ്യൂം ആണ് കേട്ടോ കിട്ടിയത്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. ഇതേ ഗിഫ്റ്റ് തന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ഒരു ലോഡ് വർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഒരു പ്രചോദനമായി. ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം എല്ലാവരുടെയും ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ കേട്ടോണ്ടാണ് പിന്നെ വർക്ക് ചെയ്യാനിരുന്നത്. സംസാരിച്ചപ്പോൾ മനസ്സിലായി എല്ലാവർക്കും ഒരു ഫ്ലൂ പോലെ വന്നിട്ടുണ്ട്, കോൾഡ് എന്നൊക്കെ. അപ്പൊ ബി കെയർഫുൾ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഷോ വീണ്ടും പ്രചോദനായി. കമ്പനിയുടെ വകയും ഞങ്ങൾക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ലഞ്ചിന് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൊണ്ടുവന്നു. അതൊക്കെ കഴിച്ച് ഫ്ലോറിൽ എത്തിയപ്പോഴാണ് ഇന്ന് സന്തോഷിക്കാൻ വേണ്ടി 2 ഗിഫ്റ്റ്സ് കിട്ടി. എന്നാലും അത് പോരാ, ഞങ്ങൾ ഇന്ന് കാക്കനാടുള്ള DIY സ്റ്റോറിലും കൂടെ പോയായിരുന്നു. അവിടുത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. ഇങ്ങനത്തെ ക്യൂട്ട് ടിൻസും ഓർഗനൈസേഴ്സും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അല്ലെങ്കിലും ക്യൂട്ട് സ്റ്റേഷനറി ഷോപ്പുകൾ പണ്ടേ ഞങ്ങളുടെ വീക്ക്നെസ് ആണ്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്ന എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ബാഗും കൊണ്ടാ പോയത്. അല്ലെങ്കിലേ ചെലവായി. ഇനി കവറിനും കൂടെ പൈസ കൊടുക്കാനോ? നോ വേ.